നമസ്കാരം. അമ്മയും മക്കളും തല്ലിപ്പിരിഞ്ഞു. സ്ത്രീകളുടെ ശത്രു സ്ത്രീ തന്നെയാണ്. അമ്മാ സംഘടനയ്ക്കൊരു തുറന്ന കത്തുമായിട്ട് മാലാപാർവതി വരുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോഴും, അത്തരത്തിലൊരു കത്തുമായിട്ട് മാലാപാർവതി വന്നപ്പോഴും ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നി. അല്ലെങ്കിൽ ഈ അമ്മയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഞാൻ അല്പം പിന്നാക്കം നിൽക്കാറുണ്ട്. ആ വാർത്തകൾ അങ്ങനെ അമ്മയിൽ തന്നെ അവസാനിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ മാലാപാർവതി പറയുന്ന ചില കാര്യങ്ങളോട് ചിലപ്പോൾ നമുക്ക് പൊതുസമൂഹത്തിനോട് എന്താണ് മാലാപാർവതി പറയുന്നത് എന്ന് പറയിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരെ അറിയിക്കേണ്ടി വരും. ഫേസ്ബുക്കിലൂടെ അവർ തന്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ അമ്മാ സംഘടന നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സംഭവവികാസങ്ങളെ അതീവ ഖേദത്തോടു കൂടിയാണ് അവർ അവതരിപ്പിക്കുന്നത് എന്ന് എഴുതിക്കൊണ്ടാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് തന്നെ. മുൻകാലങ്ങളിലും അമ്മാ സംഘടന പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സംഘടന പൊതുസമൂഹത്തിന്റെ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായിട്ടുണ്ട്. എന്നാൽ അവയിൽ പലതും സംഘടനയുടെ ആഭ്യന്തര ഭരണ നിർവഹണവുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളും വിവാദങ്ങളും പരിശോധിക്കുമ്പോൾ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടുന്ന ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും സംബന്ധിച്ച് ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയരുന്നതായി തോന്നുന്നു. സുതാര്യതയും അക്കൗണ്ടബിലിറ്റിയും ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. പകരം ഉൾപ്പോരിന്റെ കേട്ടാളറയ്ക്കുന്ന കഥകളാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. നീനാക്കുറുപ്പിനെതിരെ ലക്ഷ്മിപ്രിയ ഉന്നയിച്ച ആരോപണങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ സമയബന്ധിതമായ നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടതായിരുന്നു. ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ മുമ്പാകെ ബന്ധപ്പെട്ട വ്യക്തിയെ ഹാജരാക്കാൻ പോലും സാധിച്ചില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. അത്തരം സാഹചര്യം സംഘടനയുടെ നടപടിക്രമങ്ങളെ കുറിച്ച് ആശങ്ക ഉയർത്തുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ഓഫീസ് മാനേജർ അതുലിയെ പുറത്താക്കിയ നടപടിയെക്കുറിച്ച് പുറത്തുവന്ന വിവരങ്ങളും ആശങ്കാജനകമാണ് എന്നാണ് പറയപ്പെടുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരനുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെട്ട വ്യക്തിയിൽ നിന്ന് പരാതി വാങ്ങിയിട്ട് ആവശ്യമുള്ള അന്വേഷണം നടത്തുകയും ആവശ്യമെങ്കിൽ നിയമ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ആരോപണങ്ങളുടെ സത്യാവസ്ഥ പരിശോധിക്കാതെയും ബന്ധപ്പെട്ട ഭരണസമിതിയെ യഥാവിധി അറിയിക്കാതെയും ജനറൽ സെക്രട്ടറി സ്വന്തമായിട്ട് നടപടികൾ സ്വീകരിച്ചായിട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ആ തെറ്റുകൾ, അതിലെ ഭരണപരമായിട്ടുള്ള വീഴ്ചകൾ എന്താണ് എന്നുള്ളതാണ്. സംഘടനയുടെ വൈദ്യുതി ബിൽ എന്ന് പറയപ്പെടുന്നത് ഓഫീസ് മാനേജറുടെ ശമ്പളത്തിൽ നിന്ന് അടയ്ക്കാൻ ആവശ്യപ്പെട്ടതായിട്ട് ആണ് ഇവിടെ അറിയാൻ കഴിയുന്നത്. അത് തിരിച്ചു കൊടുക്കുമായിരുന്നില്ലെങ്കിൽ പോലും ഇത്തരം നടപടികൾ അമ്മ പോലൊരു സംഘടനയുടെ ഭരണരീതിയുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന് പറയട്ടെ. സ്റ്റാഫായി വന്നവരെ ഭരണസമിതി അംഗങ്ങൾക്കുള്ള അതേ അധികാരം നൽകിയത് ഭരണനിർവഹണത്തിന്റെ പിഴവാണ്. ഭരണനിർവഹണത്തിന്റെ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ആശയവിനിമയവും സുതാര്യതയും ഈ കാലയളവിൽ ഉണ്ടായില്ല എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു. അംഗങ്ങളുടെ ഫോൺ വിളികൾക്ക് മറുപടി ലഭിക്കാത്തതും നിർണായക വിഷയങ്ങളിൽ വ്യക്തതയില്ലാത്തതും സംഘടനയുടെ വിശ്വാസ്യതയെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അംഗങ്ങൾ തമ്മിലുള്ള പരസ്യമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും സംഘടനയുടെ അന്തസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിലവിലെ പ്രതിസന്ധിയുടെയും ഭരണപരമായിട്ടുള്ള പരാജയങ്ങളുടെയും ധാർമ്മികമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഭരണസമിതി സ്ഥാനമൊഴിയണമെന്നാണ് ഒരു അംഗം എന്ന നിലയിൽ തന്റെ അഭിപ്രായം എന്ന് കൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ് മാലാപാർവതി. അൻസിബ ഉന്നയിച്ച വിഷയവും സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. വർഗീയതയോ വിവേചനമോ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിന്റെ ചർച്ചാ വിഷയമാകുന്നത് സ്വാഭാവികമാണ്. അത്തരം ചർച്ചകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുന്നതിനേക്കാൾ ആരോപണങ്ങളുടെ സത്യാവസ്ഥ കണ്ടെത്തുകയാണ് സംഘടനയുടെ ഉത്തരവാദിത്വം എന്ന് പറയപ്പെടുന്നത്. ഇവിടെ അൻസിബ, നീനാക്കുറുപ്പ് തുടങ്ങിയ അംഗങ്ങൾ അവർ നൽകിയ പരാതികൾ, അതിനു പുറമെ മറ്റു പരാതികൾ നിലനിൽക്കുന്നുവെന്നാണ് അറിയുന്നത്. അത്തരം വിഷയങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ നിഷ്പക്ഷമായും വിശ്വാസ്യതയോടെയും ചർച്ച ചെയ്ത് പരിഹരിക്കുവാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാതിരുന്നത് നിരാശാജനകമാണ്. അംഗങ്ങൾ തമ്മിലുള്ള അനുചിതമായിട്ടുള്ള ഭാഷാപ്രയോഗങ്ങളെ കുറിച്ചുള്ള പരാതികളും പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്ന സാഹചര്യം സംഘടന വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. താനും ഈ വിഷയങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് എന്നുകൂടി മാലാപാർവതി പറയുകയാണ്. പൊതുപ്രവർത്തകരും പൊതുമുഖങ്ങളുമായിരിക്കുമ്പോൾ പൊതുസമൂഹത്തിന്റെ വിലയിരുത്തലിനും ചോദ്യങ്ങൾക്കും വിധേയരാകുന്നത് സ്വാഭാവികമാണ് എന്നുള്ളതാണ്. ഒളിച്ചിരിക്കുക എന്നത് എന്റെ രീതിയല്ല. നിയമപരമായി തെറ്റായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ് താനും. അതായത് നിലവിലെ ഭരണസമിതിയെ വലിയ പ്രതീക്ഷകൾ അർപ്പിച്ചിരുന്ന ഒരാളാണ് താൻ എന്ന് പറയുവാനും മാലാപാർവതി മടിക്കുന്നില്ല. ഈ കത്തെഴുതുന്നത് തന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് കൂടി അവർ ആ കത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനാൽ തന്നെ അമ്മാ സംഘടനയുടെ താല്പര്യവും വിശ്വാസ്യതയും മുൻനിർത്തി നിലവിലെ ഭരണസമിതി രാജിവെക്കണമെന്ന് താൻ വീണ്ടും ആവശ്യപ്പെടുന്നു എന്നായിരുന്നു ആ കുറിപ്പ് പറഞ്ഞു വെക്കുന്നത്. അമ്മ എന്ന് പറയപ്പെടുന്ന സംഘടന എത്രത്തോളം തരം താണു പോകുന്നു, എന്തൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണോ ആരംഭിച്ചത്, ആ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്നു.
ആണധികാരത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമെന്ന് പറഞ്ഞ് അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്ന അമ്മയിൽ പെണ്ണധികാരം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ത്രീകൾക്ക് ശത്രു സ്ത്രീകൾ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് സ്ത്രീകൾക്കെങ്കിലും അവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് അമ്മയിൽ മാത്രം നടക്കുന്ന സംഭവങ്ങളാണ് എന്ന് നമുക്കിതിനെ കുറച്ചു കാണുവാനും ഒറ്റപ്പെട്ട സംഭവമായിട്ട് വിധി എഴുതുവാനും കഴിയില്ല. പക്ഷേ ഇതുപോലെ പല സംഘടനകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തന രീതികൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ മുളയിലെ നുള്ളേണ്ടതാണ്, നിർത്തേണ്ടടുത്ത് നിർത്തേണ്ടതുമാണ്. അൻസിബ പറയുന്നതാണ് ശരി എന്നുണ്ടെങ്കിൽ അൻസിബയുടെ ഭാഗം കേൾക്കുവാനുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്, മുതിർന്ന നേതാക്കൾ അടക്കം അല്ലെങ്കിൽ മുതിർന്ന നടന്മാരടക്കം. അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സംഘടനയെ ആര് നയിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരുമാണ് ഇപ്പോൾ ഉള്ളത്. ഈ സ്ത്രീകൾ നയിച്ചിട്ടും ഒരിടത്തും എത്താതായി പോകുന്നത് ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലമാണ്, മറ്റൊന്ന് ഇവരുടെയൊക്കെ ഈഗോയാണ്. ഇത് രണ്ടും മാറ്റിവെക്കാമെങ്കിൽ ഈ ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ ഇടുന്ന വസ്ത്രത്തിന്റെ പളവളപ്പും ചുണ്ടിലണിയുന്ന ചായത്തിന്റെ നിറവും മാത്രം നോക്കിയാൽ മാത്രം പോരാ എന്ന് കൂടി പറയട്ടെ. സംഘടനയെ നയിക്കുവാൻ കുറച്ചുകൂടി ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. സംഘടനയിലുള്ളവരെ മുഴുവനും അംഗീകരിക്കുവാനും അവരെ ചേർത്ത് നിർത്തുവാനുള്ള കെൽപ്പുണ്ടാകണം. ഒരു ഭരണസാന്നിധ്യം ഏറ്റെടുക്കുന്നവർക്ക് എപ്പോഴും വേണ്ടത് അത്തരത്തിലുള്ള ചില ഗുണങ്ങളും കഴിവുകളുമാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവർ, അതായത് ഇപ്പോൾ അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ശ്വേതാ മേനോനാണെങ്കിലും ഒപ്പം തന്നെ ഈ പറയുന്ന കുക്കു പരമേശ്വരൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഇനി വരേണ്ടത് ഇത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും ഒപ്പം തന്നെ ആ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായിട്ട് നിർവഹിക്കുവാനും കെൽപ്പുള്ള കഴിവുള്ള, അത് ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആരാണെങ്കിലും ആയിക്കോട്ടെ, അവർ അത് ഏറ്റെടുത്ത് അമ്മ എന്ന് പറയപ്പെടുന്ന സംഘടനയെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഇതൊന്നുമല്ല കളിയെങ്കിൽ, അതായത് പിന്നിൽ നിന്ന് കളിക്കുന്നത് മഹാന്മാരായിട്ടുള്ള പഴയ നേതാക്കന്മാരോ പഴയ താരരാജാക്കന്മാരോ ആണ് എന്നുണ്ടെങ്കിൽ അതും വൃത്തികേടാണ്, തെണ്ടിത്തരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സ്ത്രീകളെ മുന്നിൽ നിർത്തി പുറകിൽ നിന്ന് കളിക്കുന്ന ആ കളികളുണ്ടല്ലോ, അതൊരിക്കലും ശരിയല്ല എന്ന് കൂടി പറയട്ടെ. പകരം ഈ സ്ത്രീകൾക്ക് കഴിവുള്ളവർ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല, ആ കഴിവുള്ളവർ നയിക്കട്ടെ. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനെ പളുപളുത്ത കുപ്പായങ്ങൾ ഉണ്ടാകില്ല, ചുണ്ടിൽ പുരട്ടാൻ ഇങ്ങനെ പല കളറിലെ ലിപ്സ്റ്റിക്കുകളും ഉണ്ടാകില്ല. അപ്പോൾ ആ ചുണ്ടിൽ ചായം പൂശി നടക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് ഈ പറയുന്ന ജനങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന, സഹപ്രവർത്തകരെ തിരിച്ചറിയാൻ കഴിയുന്ന, അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ കഴിയുന്ന ഒരു സംഘടനയെ കൂട്ടത്തോടുകൂടി ഒന്നായി കണ്ടുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, നയിക്കാൻ കഴിയുന്നവരായിരിക്കണം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അമ്മയെ നയിക്കേണ്ടത്.